ഇന്ന് നമ്മൾ ഡൈ പോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി എണ്ണയാണ് കേട്ടോ. ഈ ഒരു രീതിയിൽ ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കി നോക്കിയത്. നല്ല എണ്ണയാണ് കേട്ടോ. മുടി ഇരട്ടി വലുപ്പത്തിൽ വളരുകയും ചെയ്യും. നമ്മുടെ മുടിക്കൊക്കെ ചെറിയൊരു കറുപ്പൊക്കെ കിട്ടും കേട്ടോ. ഇത് തുടർച്ചയായി ഉപയോഗിക്കണേ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത്, ആദ്യം തന്നെ ഞാൻ പനിക്കൂർക്ക ഇലയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പനിക്കൂർക്ക ഇല ചതച്ചാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് മുടി കറുക്കാൻ വേണ്ടി വളരെ നല്ലതാണ്. ജലദോഷം ഒക്കെ, നീരിറക്കമൊക്കെ വരാതിരിക്കാനൊക്കെ ഞാൻ ഇതുപോലെ മുടിക്ക് വേണ്ടിയുള്ള ഹെയർ പാക്കിലൊക്കെ കാണിക്കാറുണ്ട്. അപ്പോൾ പനിക്കൂർക്ക ഇല ഞാൻ കുറച്ച് അധികം എടുത്തിട്ടുണ്ട്. ചതച്ചെടുക്കാനാണ്. ചെറിയ ഉള്ളിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഏതാണ്ട് ഒരു 10-15 അല്ലിയോളം വേണമെങ്കിൽ എടുക്കാം നമുക്ക്. അപ്പോൾ ഇത് നമ്മളിങ്ങനെ ചെറുതായിട്ടിങ്ങനെ തുളയിട്ട് കൊടുക്കണം. കത്തിയുടെ ഒക്കെ അറ്റമാണെങ്കിൽ അങ്ങനെ, അതല്ലെങ്കിൽ ഇതുപോലെ ഒരു ഫോർക്ക് എടുത്തിട്ട് ഇങ്ങനെ ഓട്ടയാക്കി കൊടുക്കുക ചെറുതായിട്ടിങ്ങനെ. അരയ്ക്കുന്നതിനെക്കാട്ടിലും കുറച്ചും കൂടെ ഇങ്ങനെ ചെയ്തെടുക്കുന്നതാണ് നല്ലത് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്തെടുത്താൽ മതി. പിന്നെ ഇതുപോലെ നല്ലെണ്ണ വെച്ച് ഹെയർ ഓയിൽ ഉണ്ടാക്കാൻ പറ്റുമോ, ഇൻഗ്രീഡിയൻസ് എന്താണെന്നൊക്കെ ചോദിച്ചിട്ട് എനിക്ക് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഉണ്ടാക്കി നോക്കി ഉപയോഗിച്ചതിന് ശേഷം മാത്രമാണ് നമുക്ക് വീഡിയോ ആയിട്ട് ഇടാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ലേറ്റ് ആയത് കേട്ടോ. അപ്പോൾ ഇനി കറ്റാർ വാഴ ഞാനിത് മുകളിലുള്ള തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് മിക്സിയിലിടാതെ തന്നെ ഇതുപോലൊരു ചീപ്പ് എടുത്തിട്ട് ഒരു പ്ലേറ്റിൽ വെച്ച് ഇങ്ങനെ ഒരതി കൊടുക്കണം. അപ്പോൾ നല്ല അതിൻ്റെ ആ ഒരു പൾപ്പ് മാത്രം ഇങ്ങോട്ട് പുറത്ത് വരും കേട്ടോ. ഇങ്ങനെ ചെയ്തെടുത്താൽ മതി. കത്തി ഉപയോഗിക്കുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടി നല്ലത് ഇങ്ങനെയാണ്. അപ്പോൾ ഞാൻ ഈ ഒരു രീതിയിൽ 2 എണ്ണം ഇങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട്. അത്യാവശ്യം വലിയ തണ്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ കറ്റാർ വാഴ. ഞാനിവിടെ ഒരു 250 ml മാത്രമാണ് ഈ ഓയിൽ ഉണ്ടാക്കുന്നത്. ഓൾറെഡി ഞാൻ ഉണ്ടാക്കി വെച്ച ഓയിൽ ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഇത് ഇത്രയും കുറച്ച് എടുത്തത്. വീഡിയോയ്ക്ക് വേണ്ടി എടുത്തതാണ്. ഇതേ ഓയിൽ തന്നെ വീട്ടിൽ ഇരിക്കുന്നത് കൊണ്ടാണ് ക്വാണ്ടിറ്റി കുറച്ചെടുത്തത്. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഞാൻ കറ്റാർ വാഴ ജെല്ല് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് കുറച്ചും കൂടി ഇൻഗ്രീഡിയൻസ് ഉണ്ട്. കറ്റാർ വാഴ ജെല്ല് ഞാൻ എടുത്ത് പ്ലേറ്റിൽ നിന്ന് ഒരു ബൗളിലേക്ക് മാറ്റി വെച്ചതാണ്. ഇനി ഇത് ഫ്ലാക്സ് സീഡാണ്, ചെറുചണ വിത്തെന്ന് പറയും. 4 സ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല. ഇത് നമ്മൾ മാർക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടും. അതുപോലെ തന്നെ ഇനി നമ്മൾ എടുത്തിരിക്കുന്നത് അതേ അളവിൽ തന്നെ ഉലുവ എടുത്തിട്ടുണ്ട്. കരിഞ്ജീരകമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കരിഞ്ജീരകം മുടി വളരാനും മുടിക്കറുപ്പിനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ. ഇനി ഞാനിവിടെ എള്ളെണ്ണയാണ് എടുത്തിട്ടുള്ളത്. എള്ളെണ്ണ ജിഞ്ചലി ഓയിൽ എന്ന് പറഞ്ഞിട്ട് നമുക്ക് മാർക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടും. എള്ളെണ്ണയിൽ ഉണ്ടാക്കുന്ന എണ്ണയാണ് കേട്ടോ. എള്ളെണ്ണ നല്ല കറുത്ത എള്ളിൻ്റെ എണ്ണ മുടി വളരാനും മുടിക്കറുപ്പിനൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ എല്ലാം കൊണ്ട് സാധാരണ എണ്ണയെക്കാട്ടിലും കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഈ എണ്ണ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി ഞാനിവിടെ ഒരു കടായി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ചൂടായി വരുമ്പോൾ ഉലുവയും അതുപോലെ തന്നെ ഫ്ലാക്സ് സീഡും കരിഞ്ജീരകവും കൂടെ ഇട്ട്, എണ്ണയൊന്നും ഇപ്പോൾ ഒഴിച്ചിട്ടില്ല, ഇത് നല്ലോണം ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ നന്നായി കളറ് മാറി വരണം. ഇതിങ്ങനെ നമ്മൾ പൊടിച്ചെടുക്കുമ്പോൾ ഏതാണ്ടൊരു കറുത്ത കളറിലേക്ക് വരുന്ന രീതിയിൽ തന്നെ നന്നായിട്ട് ഇതിനെ വറുത്തെടുക്കണം. അപ്പോൾ ഈ ഒരു രീതിയിൽ വറുത്തെടുക്കണം കേട്ടോ. ഇതിൻ്റെ കളറൊക്കെ പെട്ടെന്ന് തന്നെ മാറി വരും. ഇത് നമ്മൾ എണ്ണയിലിട്ടിട്ടൊന്നും ഇങ്ങനെ മൂപ്പിച്ചെടുക്കുന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇത് മുടി വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് വളരെ നല്ലൊരു ഓയിലാണ്. അപ്പോൾ നന്നായിട്ട് ഇത് ആയി വന്നിട്ടുണ്ട്. ഇതിൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ട്. ഇത് ഇനി നമുക്ക് ഈ ഒരു കടായിൽ നിന്ന് മാറ്റാം കേട്ടോ. നല്ല മണമാണ് കരിഞ്ജീരകം ഉലുവയൊക്കെ ഇങ്ങനെ നല്ലോണം ഇങ്ങനെ മൂത്ത് വരുമ്പോൾ. അപ്പോൾ ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുത്ത് ഇനി നമുക്കിതിൽ നിന്ന് മാറ്റാം. മാറ്റിയതിന് ശേഷം വീണ്ടും ഞാൻ അതേ കടായിൽ തന്നെ, കടായി എള്ളെണ്ണ വെച്ച് നമ്മൾ ഓയിൽ ഉണ്ടാക്കുമ്പോൾ വലിയ കടായി വെക്കണം കേട്ടോ. ഇതിങ്ങനെ തിളച്ച് പൊങ്ങി വരും, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇനി ഇതേ കടായിലേക്ക് തന്നെ നമ്മൾ എള്ളെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഇത്ര മാത്രമേ എടുക്കുന്നുള്ളൂ. എള്ളെണ്ണ ഒഴിച്ച് കൊടുത്ത് നന്നായി ചൂടായി വരുമ്പോൾ ആദ്യം തന്നെ ഞാൻ ചെറിയ ഉള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ചെറിയ ഉള്ളി ചിലവർക്ക് അലർജിയാണെന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് വേണം ഇതിൽ ചേർക്കാൻ. അലർജി ഉള്ളവർക്ക് ചെറിയ ഉള്ളി സ്കിപ്പ് ചെയ്യാം കേട്ടോ. ചെറിയ ഉള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ബാക്കിയുള്ള നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നില്ലേ പനിക്കൂർക്കയില, അതൊന്ന് നന്നായിട്ടൊന്ന് ചതച്ചെടുത്താൽ മതി. അതും ഇതുപോലെ പനിക്കൂർക്കയില എപ്പോഴും ഇങ്ങനെ ചതച്ചെടുക്കുകയോ അല്ലെങ്കിൽ ഒന്ന് വാട്ടിയെടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ ശരിക്കും നല്ല കളറാണ് കേട്ടോ, ഒരു കറുത്ത കളറാണ് വരിക. അപ്പോൾ അതുപോലെ തന്നെ അത് ചതച്ചെടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ തന്നെ പതഞ്ഞ് വരും കേട്ടോ. ചെറിയ ഉള്ളി
കണ്ടില്ലേ, നല്ലോണം ചൂടായി വരും തോറും അതിങ്ങനെ പത പോലെ പൊങ്ങി വരും. ഈ ഒരു സമയത്ത് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കറ്റാർവാഴ ജെല്ല് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. നല്ല ജെൽ ഫോമിലാണ് ഇരിക്കുന്നത്. ഇതും മുടി വളരാനൊക്കെ നല്ലതാണ് കേട്ടോ. താരനൊക്കെ പോയി നല്ല മുടി പെട്ടെന്ന് തന്നെ നമുക്ക് മുടിയുടെ വളർച്ച കൂട്ടാമെന്നുള്ളതാണ്. ഇപ്പോൾ പുറത്ത് തേക്കുന്ന പോലെ തന്നെ നമുക്ക് ഉള്ളിലേക്കും അതുപോലെയുള്ള പ്രോട്ടീൻസൊക്കെ കഴിക്കണം കേട്ടോ. ഇനി ഇതാ ഞാൻ പനിക്കൂർക്ക ഇലയും തണ്ടോട് കൂടി തന്നെ ചതച്ചെടുത്തിട്ടാണുള്ളത്. ഇതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സംഭവമൊക്കെ ചെയ്യുന്ന സമയത്ത് നന്നായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞാൽ ഇത് ലോ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ. ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഇതുപോലെ ഇളക്കി കൊടുക്കണം. ഇടയിലിടയിലൊക്കെ ഇതുപോലെ ഇളക്കി കൊടുക്കണം. ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ തന്നെ നല്ല ഇങ്ങനെ പതഞ്ഞ് പൊങ്ങി വരും. എനിക്ക് പലപ്പോഴും അബദ്ധം പറ്റിയിട്ടുണ്ട് കേട്ടോ. ചെറിയ കടായിലൊക്കെ വെച്ചിട്ട് ഇതിങ്ങനെ പത പോലെ വരും, നല്ലോണം പൊങ്ങി വരികയും ചെയ്യും. കണ്ടോ, ഇതുപോലെയാണ് ഇത് പതഞ്ഞ് വരിക. ഇതിൻ്റെ ഈ എണ്ണയുടെ ഡബിളായിട്ട് തന്നെ ഇത് മേലേക്ക് പതഞ്ഞ് വരും. അപ്പോൾ എപ്പോഴും അടിക്കാനുള്ള നല്ല വലിയ കടായിൽ എപ്പോഴും വെക്കുന്നതായിരിക്കും നല്ലത്. ഇല്ലെങ്കിൽ നമ്മുടെ ഈ ചേർത്തിരിക്കുന്ന എണ്ണയൊക്കെ പുറത്തേക്ക് പോവുകയും സ്റ്റവ് എല്ലാം ചീത്താവുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അതാ നല്ലോണം ഇങ്ങനെ ലോ ഫ്ലെയിമിലിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ഇരുമ്പിൻ്റെ ചട്ടി ഒന്നും തന്നെ വേണ്ട കേട്ടോ. ഓൾമോസ്റ്റ് ഇത് ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പതയൊക്കെ ഇങ്ങനെ കുറഞ്ഞ് വരും. ഇത് കണ്ടോ, ഇതിപ്പോൾ ആയിട്ടുണ്ട്. നമ്മൾ ഒഴിച്ചു കൊടുത്ത എണ്ണയുടെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. അലോവേരയും പിന്നെ നമ്മൾ പനിക്കൂർക്കയിലൊക്കെ ചേർത്തില്ലേ, എല്ലാം കൂടെ ഒരു യെല്ലോ കളറാണ് ഇപ്പോൾ ഇതിനുള്ളത് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് ഓഫാക്കി വയ്ക്കാം. ഓഫാക്കി വെച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചൂടാറട്ടെ. അപ്പോഴേക്ക് നമ്മളിതാ ഞാനിവിടെ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഈ ഒരു രീതിയിലാണ് വറുത്തിരിക്കുന്നത്. കുറച്ചൊന്ന് കരിഞ്ഞു പോയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്ന് വെച്ചാൽ നല്ല കരിഞ്ഞു പോകണമെന്നല്ല, ഇതുപോലെ ഒരു ഡാർക്ക് ബ്രൗൺ കളറിലാണ് ഉലുവാക്കിയിരിക്കുന്നത് കേട്ടോ. ഇനി ഇതിനെ നമുക്ക് ഒന്ന് പൊടിച്ചെടുക്കണം. ഒരുപാട് ഇങ്ങനെ പൊടിഞ്ഞ് വരുമൊന്നും വേണ്ട. അതല്ലാതെ തന്നെ നമുക്കിതുപോലെ ഒരു ഉരലിലിട്ട് നന്നായിട്ടൊന്ന് ഇതിനെ പൊടിച്ചെടുക്കാം. മിക്സിയുടെ പൊടിക്കുന്ന ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താലും മതി. ഞാനിപ്പോൾ ഇവിടെ മിക്സിയൊന്നും ഉപയോഗിക്കാതെ തന്നെ ഇങ്ങനെ ചതച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതാ നന്നായിട്ട് പൊടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. അത്യാവശ്യം ഇത് പൊടിഞ്ഞ് വന്നിട്ടുണ്ട്. ഒരു പ്രത്യേകമാണ് ഇത് മൂന്നും കൂടെ ചേരുമ്പോൾ കേട്ടോ. വളരെ നല്ലതാണ് മുടി വളരാനും അതുപോലെ തന്നെ മുടി കറുപ്പിനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ ഈ ഒരു കരിഞ്ജീരകമൊക്കെ. ഇനി ഇതുപോലെ ഞാനിപ്പോൾ ഒരു ഒഴിഞ്ഞ ബോട്ടിലാക്കി കൊടുക്കുകയാണ്. ഇതൊന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ. ഇപ്പോൾ നമ്മൾ ഓൾറെഡി എണ്ണ നമ്മൾ ചൂടാറാൻ വെച്ചിട്ടാണുള്ളത്. അതിപ്പോൾ ഏതാണ്ട് ചൂടാറി വന്നിട്ടുണ്ട്. ഇതുപോലെ പൊടിച്ചെടുത്ത് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് എടുത്ത് വെച്ച എണ്ണ ഉണ്ടല്ലോ, എണ്ണ നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട്. ഈ ചെറിയ ഉള്ളിയൊന്നും നമ്മൾക്ക് കളയണ്ട. ഇത് നമുക്ക് ഈ എണ്ണയുടെ കൂടെ തന്നെ ഇട്ട് വയ്ക്കാനുള്ളതാണ് കേട്ടോ. ഞാനിത് ഈ ഒരു ഗ്ലാസ് ബോട്ടിലേക്ക് പകർത്തണമെന്ന് മാത്രമേ ഉള്ളൂ. ഇത് വേണമെന്ന് നിർബന്ധമില്ല. നമ്മൾ ഇട്ട് വയ്ക്കുന്ന ഒരു ബോട്ടിലേക്ക് ഒഴിച്ചു വെച്ചാലും മതി. ഇനി ഞാനിത് അരിച്ചെടുക്കുകയാണ്. നമ്മളിത് പൊടികളൊക്കെ ഇട്ട് കൊടുത്ത് ആ ഒരു ബോട്ടിലേക്ക് അരിച്ചൊഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇതിൽ കൂടുതലൊന്നും അരിക്കാനൊന്നുമില്ല. അപ്പം മുഴുവനായിട്ടും ഇതുപോലെ അരിച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഇത്രയേ ഉള്ളൂ, കളയാനായിട്ട് കൂടുതലൊന്നും തന്നെ ഇല്ല. ഇനി നമ്മൾ ഈ ഓയിലുണ്ടല്ലോ ഇതുപോലെ മിക്സ് ചെയ്തെടുക്കണം. നമ്മളുടെ ഈ ഒരു കരിഞ്ജീരകത്തിൻ്റെ എല്ലാത്തിൻ്റെ ഈ സത്തുണ്ടല്ലോ, പൊടിച്ച് വെച്ച സാധനങ്ങളുടെ ഒക്കെ ഇതിൻ്റെ കളറും ഇതിൻ്റെ ആ ഒരു എസൻസൊക്കെ ഈ ഒരു എണ്ണയിൽ പിടിക്കുന്ന രീതിയിൽ തന്നെ നമ്മളിതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഇതൊരു 2 ദിവസം ഇരുന്നിട്ട് പിന്നെ നമ്മളിത് മുടിയിൽ തേച്ച് കഴിഞ്ഞാലുണ്ടല്ലോ നല്ലൊരു ശരിക്കും അത് റെഗുലറായിട്ട് തേച്ച് കഴിഞ്ഞാൽ നല്ലൊരു എഫക്റ്റാണ് കേട്ടോ കിട്ടുക. ഇതെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. ഇതെല്ലാം നമുക്ക് കിട്ടുന്ന സാധനങ്ങളാണ്. ഇതിപ്പോൾ ഞാനൊരു ബോട്ടിലേക്ക് ഒഴിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കാണുമ്പോൾ തന്നെ എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ. ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണേ. വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു നല്ല ഹെയർ ഓയിലാണ്. ഞാൻ എൻ്റെ മക്കൾക്കും ഞാനും എല്ലാം തേക്കുന്ന ഓയിലാണ് കേട്ടോ. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഇതാ നല്ല കറുത്ത ഓയിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അഭിപ്രായങ്ങൾ അറിയിക്കണേ.